ഇപ്പോഴത്തെ വാർത്താ താരം ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറങ്ങിക്കിടന്നവർ ഇലക്ഷനായപ്പോൾ സടകുടഞ്ഞ് എണീറ്റു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു, അല്ല കൊണ്ടു. ഒരു ഞെട്ടിക്കുന്ന, അല്ല നാണം കെടുത്തുന്ന കണക്ക് പറയാം. ഇഡി ഇറങ്ങിയ 1422 കള്ളപ്പണ കേസുകളിൽ ശിക്ഷിച്ചത് 23 എണ്ണത്തിൽ മാത്രം. രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദംഷ്ട്ര എന്ന ചീത്തപ്പേര് അങ്ങനെ വെറുതെ വീണതൊന്നും ആവില്ലല്ലോ. എന്തോ കാണിക്ക്. പക്ഷേ തെരഞ്ഞെടുപ്പിനിടെ കളത്തിലിറങ്ങിയത് ആകാംക്ഷയോടെ തന്നെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. ഹവാല, കള്ളപ്പണം, വിദേശ പണമിടപാട് എന്നിവ പിടികൂടാനുള്ള കേന്ദ്ര ഏജൻസി ഉഗ്രപ്രതാപിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്തിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുകളിലെ ശിക്ഷാ നിരക്ക് 0.5% മാത്രമാണെന്നും വിശ്വാസ്യത ഇല്ലാത്ത ഏജൻസിയാണെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. 2014 മുതൽ ഇഡി നടത്തിയ റെയ്ഡുകളിൽ 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. ശ്രദ്ധിക്കണം, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ. 5422 കള്ളപ്പണ കേസുകളിൽ ശിക്ഷിച്ചത് 23 എണ്ണത്തിൽ മാത്രം. മോദി പ്രധാനമന്ത്രിയായ ശേഷം 127 രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്തതിൽ 24 പേർ കോൺഗ്രസിന്റേതാണ്. രാഹുൽ ഗാന്ധിയെ 50 മണിക്കൂർ പോലും ചോദ്യം ചെയ്ത സംഭവം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ചിദംബരത്തെ വീട് ചാടിക്കടന്ന് പിടികൂടി 100 ദിവസം ജയിലിലടച്ച് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞതാണിത്. ഇഡിയുടെ പവർ അറിയണോ? അന്വേഷണത്തിന് PMLA നിയമത്തിലെ സെക്ഷൻ 50 ഒരു സിവിൽ കോടതിയുടെ അധികാരം ഇഡി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട്. ഇഡി കുറ്റപത്രം നൽകിയാൽ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത പ്രതിയിൽ നിക്ഷിപ്തമാക്കുന്ന വകുപ്പുകളും സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടില്ലെന്നും ഭാവിയിൽ കുറ്റം ചെയ്യില്ലെന്നും കോടതിക്ക് ബോധ്യപ്പെടണമെന്ന ഇരട്ട ജാമ്യ വ്യവസ്ഥ ഉൾപ്പെടെ 45-ാം വകുപ്പ് യുക്തസഹമാണെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. കള്ളപ്പണത്തെക്കുറിച്ച് സൂചന ലഭിച്ചാൽ ഏത് കെട്ടിടത്തിലും വാഹനത്തിലും വിമാനത്തിലും ജലയാനത്തിലും പ്രവേശിക്കാം. ലോക്കറുകൾ പൂട്ടുപൊളിച്ചും പരിശോധിക്കാം. രേഖകൾ പിടിച്ചെടുക്കാം. വ്യക്തികളെ പരിശോധിക്കുന്നതിന് അധികാരവുമുണ്ട്. കുറ്റം ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം തുടങ്ങിയ സവിശേഷ അധികാരങ്ങളാണ് ഇഡിക്കുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിനാമി, കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തുന്ന ഇഡി കേന്ദ്ര സർക്കാരിന്റെയും ധനമന്ത്രാലയത്തിന്റെയും ദംഷ്ട്രയാണ് എന്നാണ് ഏറെക്കാലമായുള്ള ആരോപണം. അന്വേഷണം തുടങ്ങിയാൽ സംശയിക്കുന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത്, വരവ് കണക്കെടുപ്പുകൾ, കള്ളപ്പണം തേടിയുള്ള റെയ്ഡുകൾ, ബിനാമി ഇടപാടുകൾ ഇതൊക്കെ തേടി രംഗം കൊഴുപ്പിക്കുന്നത് ഇഡിയുടെ രീതിയാണ്. ഡൽഹിയിലും കണ്ടത് ഇതുതന്നെയല്ലേ? ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സ്വത്തുകൾ കണ്ടുകെട്ടാനും ഇഡിക്ക് അധികാരമുണ്ട്. INX മീഡിയയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരത്തെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് പിടികൂടി തിഹാർ ജയിലിൽ അടച്ചത് ഇഡി ഉദ്യോഗസ്ഥരാണ്. സംശയമുള്ള ആരുടെയും സാമ്പത്തിക റൂട്ട് മാപ്പ് പരിശോധിക്കുന്നതാണ് ഇഡിയുടെ മറ്റൊരു രീതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ല എങ്കിലും ഒത്താശ ചെയ്തെന്ന പേരിൽ ഉന്നതരെ പിടികൂടാൻ ഇഡിക്ക് സാധ്യമാണ്. വരവിൽ കവിഞ്ഞ 20%-ലേറെ സ്വത്തുണ്ടെങ്കിൽ ഇഡിക്ക് വിശദമായ സ്വത്ത് പരിശോധന വരെ നടത്താം. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്ന് സംശയിച്ച് പ്രതിയാക്കിയാൽ തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതനാവും. ഇഡി അറസ്റ്റ് ചെയ്താൽ 3 മുതൽ 6 മാസം വരെ ജാമ്യം കിട്ടാതെയും ഇരിക്കാം. ബിനാമി ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, ആന്റി മണി ലോണ്ടറിംഗ് ആക്ട് എന്നിങ്ങനെ വിവിധ നിയമങ്ങളുടെ പിൻബലത്തിലാണ് ഇഡിയുടെ പ്രവർത്തനം. തുടരെ റെയ്ഡുകളും നടപടികളുമാണ് ഇഡി അന്വേഷണത്തെ വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കേസുകൾക്കെല്ലാം വൻ മാധ്യമ ശ്രദ്ധ ലഭിക്കുകയും ചെയ്യും. കേസിൽ പങ്കാളിത്തമുള്ള ഒരാളെ മാപ്പുസാക്ഷിയാക്കി കേസ് ശക്തമാക്കുന്നത് ഇഡിയുടെ വേറൊരു രീതിയാണ്. ഇതിന് നിയമസാധുത ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരാൾ ഇടപാടുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പുസാക്ഷിയായാൽ കേസ് കടുക്കും. കേജ്രിവാളിനെതിരായ മദ്യനയ കേസിലും ഒരു പ്രതിയെ മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട്. ചിദംബരത്തിനെതിരായ കേസിൽ INX മീഡിയയുടെ ഡയറക്ടർമാരിൽ ഒരാളായ ഇന്ദ്രാണി മുഖർജിയെ ഇഡി മാപ്പുസാക്ഷിയാക്കിയിരുന്നു. എന്തായാലും സ്ട്രാറ്റജി കൊള്ളാം. കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് സംശയമുള്ളവരെ കാരണം പോലും പറയാതെ ചോദ്യം ചെയ്യാൻ വിളിച്ച് വരുത്താമെന്നും ചട്ടപ്രകാരമുള്ള അറസ്റ്റും സ്വത്ത് കണ്ടുകെട്ടലും ഭരണഘടനാപരമാണെന്നും സുപ്രീം കോടതി അടുത്തിടെ വിധിച്ചതോടെ ഇഡി കൂടുതൽ ശക്തമായില്ലേ? കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറ്റാരോപിതന് പ്രഥമ വിവര റിപ്പോർട്ടായ ECIR നൽകേണ്ടതില്ല എന്ന സുപ്രീം കോടതി ഉത്തരവോടെ മുഖ്യമന്ത്രിമാർക്കെതിരെ പോലും രഹസ്യമായി കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഡിക്ക് സാധ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുധമാണ് ഇഡി എന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഇഡിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുമുള്ള ആക്ഷേപം ശക്തമായിരിക്കുകയാണ് പ്രതിപക്ഷം. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്?